വികസന മുരടിപ്പിൽ നിന്നും നെയ്യാറ്റിൻകരയെ രക്ഷിക്കുക എന്നതാണ് ദൗത്യമെന്ന് നെയ്യാറ്റിൻകര NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ. മാറ്റം കൊണ്ടുവരുമെന്നും പറയുന്നതിൽ കൂടുതൽ പ്രവർത്തിച്ചു കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ നമ്മളുടെ കൂടെ ഉണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികളൊക്കെ? ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. അത്രയും ദിവസം നമുക്ക് ഒരുപാടാണ്. കാരണം എൻ്റെ നെയ്യാറ്റിൻകരയിലെ അവിടുത്തെ പ്രവർത്തകരെല്ലാം സജ്ജമാണ്, അവരെല്ലാം തയ്യാറായിരുന്നു. കാൻഡിഡേറ്റ് ആരാണെന്ന് അറിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ അറിഞ്ഞത് 2 ദിവസം മുമ്പേ അറിഞ്ഞ മുതൽ ഒരു ആക്റ്റീവായി. ഇന്നലെ നല്ല റോഡ് ഷോ ആയിരുന്നു. 500 കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് വനിതകളായിരുന്നു അതിൽ പങ്കെടുത്തതൊക്കെ. ഒരു വികാരമാണ് നെയ്യാറ്റിൻകര. ഒരു വികസന മുരടിപ്പിൽ നിന്ന് നെയ്യാറ്റിൻകരയെ രക്ഷിക്കണം, അത് നമ്മളൊരു ദൗത്യമാണ്. അതാണ് നെയ്യാറ്റിൻകരയുടെ ഇലക്ഷൻ. ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളിലെന്ന് പറയുമ്പോൾ 2 കൈയെടുത്ത് തൊഴുകയാണ്. മോനെ, ഇത് എങ്ങനെയെങ്കിലും ഈ നെയ്യാറ്റിൻകരയെ രക്ഷിക്കുക. എൻ്റെ മക്കളെല്ലാം നാട് വിട്ടു പോയി. ഇവിടെ തൊഴിലിവിടെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ തന്നെ നിൽക്കില്ലേ? പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും പല സ്ഥലങ്ങളിലും പോകുന്നു. ഇവിടെ സ്ഥലത്ത് പഠിക്കേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടെ എന്താ കുറവ്? ഇത് ഓരോരുത്തരുടെയും ക്വസ്റ്റ്യനാണ്. അവർ തൊഴുതുകൊണ്ട് കേൾക്കുകയാണ്. വലിയ വീട്ടിൽ തനിച്ചാവുമ്പോൾ വരുന്ന അവരുടെ ആ ദുഃഖങ്ങളാണ്. അത് ഒരുപാട് വീടുകളിൽ ഇന്ന് ഫേസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റും. മണ്ഡലത്തിലൊരു ശക്തമായ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മണ്ഡലത്തിൽ എപ്പോഴും അവർ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞുള്ള പറ്റിപ്പാണ്. അത് ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ BJP സംബന്ധിച്ച് പറയുന്നതെല്ലാം സത്യത്തിനപ്പുറത്തും പ്രവർത്തിക്കാൻ പറ്റുന്നത് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നെയ്യാറ്റിൻകരയല്ല, തിരുവനന്തപുരത്തും പലയിടത്തും പല കാര്യങ്ങൾ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നാട്ടിന് വേണ്ടി, വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നെയ്യാറ്റിൻകരയ്ക്ക് എന്നെ അറിയാം. എൻ്റെ വാക്കുകളെന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. പറയുന്നതിലും കൂടുതൽ ഞാൻ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നെയ്യാറ്റിൻകര എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിക്കും. ജനങ്ങൾ നമ്മളെ കൂടെ കാണണം. ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരും. വികസനം എന്താണെന്ന് നമ്മളെ നെയ്യാറ്റിൻകര വികസനത്തിൻ്റെ ഏറ്റവും മുന്നിൽ കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. മണ്ഡലത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മണ്ഡലത്തിൽ എല്ലാ ആവശ്യങ്ങളാണ്. അവിടെ ഒന്നുമില്ല എന്നുള്ളത്. അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇല്ല, നല്ല റോഡുകളില്ല, നല്ല കുളമില്ല, നല്ല കുടിക്കാൻ വെള്ളമില്ല, തൊഴിലവസരങ്ങളില്ല, വിദ്യാഭ്യാസമില്ല, ഇപ്പം ഹോസ്പിറ്റലില്ല, ഇതെല്ലാം ഇല്ല, ഒന്നുമില്ലാത്തതാണ്. അതിന് കാരണം നമ്മൾ പറയുന്ന ഇതെല്ലാം പലവർത്തിന് അപ്പുറത്തുള്ള റോഡ് പോലും ഇപ്പോഴും അങ്ങനെ പൊളിഞ്ഞു കിടക്കുക. നാട്ടിലെ റോഡുകളെല്ലാം ഈ സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ പൈപ്പ് ഇട്ടിട്ട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ഇട്ട് ഇന്നും പൊളിഞ്ഞു കിടക്കുകയാണ്. കാരണം ബാക്കിയുള്ള പൈസ സ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് അത് ടാറിങ് ചെയ്യുന്ന റിപ്പയർ ചെയ്യണം. അതിൻ്റെ ഡസ്റ്റ് ഇത്രയും പൊങ്ങിപ്പോവുകയാണ്. നല്ല റോഡുകളെല്ലാം ഇപ്പോഴും കിടക്കുകയാണ്. അതുപോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനം, ഒരു സിസ്റ്റമാണ് ആ നെയ്യാറ്റിൻകര ഉള്ളത്. ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു കാലയളവിൽ? ഞാൻ ബിസിനസ്സുകാരനാണ്. ഞാനൊരു ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ദൗത്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്നുള്ള ബിസിനസ് നാട്ടിൽ വന്ന് ചെയ്യുകയാണ്. നാട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പോയി ചെയ്ത് അതിനെ സക്സസ് ആക്കി കുറേ പേർക്ക് തൊഴിൽ കൊടുക്കുകയാണ്. 2000 കൂടുതൽ ആൾക്കാർ തൊഴിൽ കൊടുത്തു. അത് കോളമായാലും ആലപ്പുഴയായാലും വാഗമണ്ണായാലും കൊച്ചിനൊക്കെ നമ്മൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെ, പൂർണ്ണമായ ഒരു ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനായി ഈ പണിക്ക് പോകുന്നത്? നമ്മൾ ഏറ്റെടുത്ത ദൗത്യങ്ങളത് പൂർത്തിയാക്കും. അത് ആ നാട്ടിൻ്റെ ആവശ്യമാണ്. ഞാൻ ജനിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ ബിസിനസ്സും അങ്ങനെ ഇതിൽ യൂസില്ല, അതൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാരുടെയും നാട്ടിൻ്റെയും കൂടപ്പറപ്പിൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അല്ലാതെ സ്വന്തം സന്തോഷിക്കാൻ എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് നെയ്യാറ്റിൻകര മണ്ഡലം പിടിക്കാനായി ചെങ്കൽ രാജശേഖരൻ ഏതായാലും ഇറങ്ങുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം മാധുര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.